ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 173/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2024 ഡിസംബർ മാസം 5-ാം തീയതി നടന്ന തിയേറ്റർ അസിസ്റ്റന്റ് മ്യൂസിയം അറ്റൻഡന്റ് എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയിലെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റബിലിറ്റി പാർട്ടിലെ 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം ഫോർ PSC അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചോദ്യ പേപ്പറിലെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ എയിം ഫോർ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എക്സിന്റെ 15% എന്നത് വൈയുടെ 20% തുല്യമായ x/y എത്ര? അപ്പോൾ എക്സിന്റെ 15% എന്ന് പറയുമ്പോൾ 15x/100 എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റും. ഈക്വൽ ടു എന്നത് വൈയുടെ 20% തുല്യമായ എന്ന് പറഞ്ഞാൽ 20y/100 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്കിൽ x/y എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഈ 100ഉം കോമൺ ആയതുകൊണ്ട് വെട്ടിപ്പോകും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ അത് 15x = 20y എന്ന് ആകും. x/y എന്ന് എഴുതുമ്പോൾ ഇത് 20/15 അല്ലെങ്കിൽ 20/15 എന്നാകും. ഈക്വൽ ടു ഈ 20ഉം 15ഉം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 5 വെച്ച് ഇവയെ രണ്ടും ഹരിക്കുമ്പോൾ ഇത് 4/3 എന്ന് നമുക്ക് കിട്ടും. അതായത് x/y എന്ന് വരുന്നത് എത്രയാണ്? 4/3 ആണ്. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 72ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 10 കുട്ടികൾ പരസ്പരം ഹസ്തദാനം നൽകിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും? അപ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ പഠിക്കാം. ഹസ്തദാനത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ എത്ര ഹസ്തദാനം നടക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n-1 the whole divided by 2. n എന്ന് പറയുന്ന എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പം എന്താണ്, എത്ര കുട്ടികളാണുള്ളത്? 10 കുട്ടികളാണ്. അപ്പൊ n-ന്റെ വാല്യൂ 10 ആണ്. 10 × 10-1/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 10 × 10-1 എന്ന് പറയുമ്പം അത് 9 ആകും. 9/2 ഈക്വൽ ടു ഈ 2 കൊണ്ട് ഞാൻ 10നെ ഹരിക്കുമ്പോൾ ഇവിടെ 5 കിട്ടും. 5 × 9 എന്ന് പറഞ്ഞാൽ 45. അതായത് ടോട്ടൽ 45 ഹസ്തദാനങ്ങളാണ് നടക്കുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 73ാമത്തെ ചോദ്യം, 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും? അപ്പം 4701. ഇനി നമുക്കൊരു കാര്യം അറിയാം, 7² എന്ന് പറഞ്ഞാൽ 49 ആണ്. അപ്പോൾ 70² എന്ന് പറഞ്ഞാൽ 4900 ആണ്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക്, അതായത് 4701ഉം 4900ന്റെയും ഇടയ്ക്ക് മറ്റൊരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഇതിന്റെ തൊട്ടു മുമ്പുള്ള സംഖ്യ 69² എത്രയാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടണം. 69² എന്ന് പറയുന്നത് 4761 ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം എത്ര കിട്ടണമെങ്കിൽ ഈ സംഖ്യയോടൊപ്പം ഏത് സംഖ്യ ആഡ് ചെയ്യണം എന്നാണ്. അപ്പം 69² എന്ന് പറയുന്നത് 4761 ആയതുകൊണ്ട് ഇവ തമ്മിൽ കുറച്ചാൽ മതി. 4761 - 4701 ഈക്വൽ ടു 60. 60 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്.
അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി പറയാം. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗം ആകും? അപ്പോൾ 4701 എന്ന് പറയുന്ന നമ്പർ നമുക്ക് അറിയാവുന്ന ഒരു സ്ക്വയർ ആണ്. ഇതിനോട് അടുത്തുള്ള വരുന്നതാണ് 4900 എന്ന് പറഞ്ഞ 70 സ്ക്വയർ ആണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ 69 സ്ക്വയർ നമ്മളൊന്ന് കണക്ക് കൂട്ടി. അത് എത്രയാണ്? 4761 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ച സംഖ്യയുടെ തൊട്ടടുത്തുള്ള സ്ക്വയർ എന്ന് പറയുന്നത് 4761 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം കണക്കൂട്ടി അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ ബി 60 ലഭിച്ചത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 74ാമത്തെ ചോദ്യം. 4 into 5 plus 14 plus 8 minus 36 divided by 9 എത്ര? അപ്പൊ ഇതൊരു ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് ചോദ്യം? 4 into 5 plus 14 plus 8 minus 36 divided by 9. അപ്പോൾ നമുക്ക് ബോർഡ് മാസ് റൂളാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ബോർഡ് മാസിന്റെ ആദ്യത്തെ എന്താ? ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ സംഖ്യയാണ് 14 + 8. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ 14ന്റെ കൂടെ 8 കൂട്ടിയാൽ നമുക്ക് 22 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് 4 × 5 + 14 + 8 ചെയ്തപ്പം 22 കിട്ടി, മൈനസ് 36 divided by 9. അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഓഫ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി അടുത്തത് ഡി ആണ് വന്നിരിക്കുന്നത്, അതായത് ഡിവൈഡ് ചെയ്യാനുണ്ട്. 36 divided by 9, 36 divided by 9. അപ്പോൾ അത് ചെയ്യുമ്പം എന്താ? 36നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് കിട്ടുന്നത്. അപ്പം ഈ സ്റ്റെപ്പ് എന്തായി മാറും? 4 × 5 + 22 - 4 എന്ന് ആകും. ഇനി അടുത്ത ചെയ്യേണ്ടത്, നമ്മൾ ഡിവിഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 4 × 5 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4 × 5 എന്ന് പറഞ്ഞാൽ 20 ആകും. 20 + 22 - 4 എന്നാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അഡീഷൻ ആണ് അടുത്തത് ചെയ്യേണ്ടത്. ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ്? 20 + 22 അത് നമുക്ക് 42 - 4 എന്നാണ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അഡീഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്ട്രാക്ഷനേ ഉള്ളൂ. അപ്പം 42ൽ നിന്ന് 4 കുറച്ചാൽ 38 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് ബോർഡ് മാസ് റൂൾ അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇത്രയും നാളും ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ബോർഡ് മാസ് ബേസ് ചെയ്ത് വരും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൂൾ കൂട്ടുകാരെല്ലാവരും പഠിച്ചിരിക്കണം. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 75ാമത്തെ ചോദ്യം. 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ 1 മുതൽ 50 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ആണ് n × n+1/2. ഇതാണ് n × n+1/2. എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര ടേംസുകൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ്. ഇവിടെ n 50 ആണ്. എന്നിന്റെ വാല്യൂ എത്രയാണ്? 50 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ ഈ 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 × 50 + 1/2, അതായത് 50 × 51/2 എന്ന് വരും. ഈ 50നെയും 2നെയും, അതായത് ഈ 2 കൊണ്ട് ഈ 50നെ ഞാൻ ഹരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 25 എന്ന് വരും. അപ്പോൾ 25 × 51 ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1275 എന്നാണ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്നായിരുന്നു? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് n × n+1/2. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്ന സംഖ്യകളുടെ എണ്ണമാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSCയിൽ എന്നും PYQ സെഷൻസും
ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ A4PSCയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 36ാമത്തെ ചോദ്യം. 15 പോസ്റ്റ് കാർഡിന്റെ വില 2.25 രൂപയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 15 പോസ്റ്റ് കാർഡിന്റെ വില എന്ന് പറഞ്ഞിരിക്കുന്നത് 2.25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 36 എണ്ണത്തിന്റെ വില ഇത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന 36 എണ്ണത്തിന്റെ അല്ലേ. അപ്പം 2.25 ഇൻറ്റു 36 അത് നമ്മളിപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യണം. 36/15. അപ്പോൾ ഇവ തമ്മിൽ 15നെ നമ്മൾ ഈ 2.25നെ 2.25നെ 15 ഉപയോഗിച്ച് നമ്മൾ ഹരിക്കുമ്പോൾ ഇവിടെ 0.15 അതായത് 0.15 എന്ന് വരും. 0.15 ഇൻറ്റു 36 ചെയ്യുമ്പോൾ നമുക്ക് 5.4 എന്ന് കിട്ടും. അതായത് 36 പോസ്റ്റ് കാർഡിന്റെ വില എത്ര? 5.4. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 77ാമത്തെ ചോദ്യം. 1.7 ഇൻറ്റു 0.0028 the whole divided by 0.068 ഇൻറ്റു 0.014. അപ്പം 1.7 ഇൻറ്റു 0.0028 divided by 0.068 into 0.014. അപ്പോൾ എന്താണ്? 1.7 into 0.0028 divided by 0.068 into 0.014. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഡെസിമലിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് മാറ്റുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതി ഇവിടെ ഈ സംഖ്യകളെ ഹരിക്കാവുന്നതാണ്. അപ്പോൾ നോക്കുക, മേളിൽ എത്രയാണ്? ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ടെന്ന് എണ്ണുക. 1, 2, 3, 4, 5. മേളില് ന്യൂമറേറ്റർ പാർട്ടില് 5 സംഖ്യകളാണുള്ളത്. ഇനി താഴത്തെയോ? 1, 2, 3, 4, 5, 6 സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ ഡെസിമൽ പോയിന്റുകൾ മാറ്റി ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ 5 സംഖ്യകൾക്കാണ്, ഇവിടെ 6 സംഖ്യകൾക്കാണ്. അപ്പോൾ ഇവിടെ ഈ 1.7 ഞാൻ 17 എന്നും ഇൻറ്റു ഇവിടെ 0.0028 എന്നുള്ളത് ഞാൻ 28 എന്ന് ആക്കി എഴുതുകയാണ്. ബൈ 0.068 എന്നുള്ളതിനെ ഞാൻ 68 എന്ന് ആക്കുകയാണ്. ബൈ താഴെ 6 സംഖ്യകളാണല്ലോ, മേളിൽ 5ഉം താഴെ 6ഉം അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് 1.4 എന്ന് ആക്കുകയാണ്. ഇത് ഇനിയിപ്പം കൂട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇച്ചിരി നന്നായിട്ട് എഴുതാം. 1.7 ഇൻറ്റു 10 ഇൻറ്റു 0.0028 ഇൻറ്റു 10,000 the whole divided by 0.0068 into 10,000 into 0.014 into 100. അതായത് ഇവിടെ 1,00,000 ഉപയോഗിച്ച് തന്നെ ഗുണിക്കുകയും ചെയ്തു. താഴെയും അതേപോലെ ഞാൻ 1,00,000 ഉപയോഗിച്ചാണ് ഗുണിച്ചിരിക്കുന്നത്. ഇനി ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഈ സ്റ്റെപ്പ് ഇവിടെ വരും. അതായത് 17 ഇൻറ്റു 28 ബൈ 68 ഇൻറ്റു 1.4. ഇനി ഇവിടെ 1000-ന് പകരം ഇവിടെ 100ഉം ഇവിടെ 1000 ഇട്ട് ഗുണിക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി 17ന്റെ പട്ടികയിൽ 4 തവണ അല്ലെങ്കിൽ 17 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 68 ആണ്. അപ്പോൾ ഈ 17നെ ഞാൻ ഇവിടെ ഹരിക്കുമ്പോൾ 68നെ വെട്ടുമ്പോൾ ഇവിടെ 4 എന്ന് വരും. പിന്നെ 4 എന്ന് പറയുന്ന സംഖ്യയുടെ
ഏഴാമത്തെ അല്ലെങ്കിൽ 4 × 7 എന്ന് പറഞ്ഞാൽ 28ആണ്. അപ്പോൾ 28നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 7 എന്ന് കിട്ടും. അപ്പോൾ 7/1.4 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഡെസിമൽ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ 1.4നെ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേളിൽ 7നെ ഞാൻ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതെന്താകും? 70/14 എന്ന് ആകും. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുമ്പോൾ 70നെ 14 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. അത്യാവശ്യം ടൈം കൺസ്യൂമിങ് എന്ന് പറയാം, എളുപ്പമുള്ളൊരു ചോദ്യവുമാണ്. ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഈ ഡെസിമൽ പോയിന്റ് ഇത്രയും വരുന്നതുകൊണ്ട് ഒരു ഇച്ചിരി നേരം നമുക്ക് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 78ാമത്തെ ചോദ്യം. വിട്ട ഭാഗം പൂരിപ്പിക്കുക. AYIN, BWLM, DUOL, dash, KQUG. അപ്പൊ നോക്കുക, AYIN ആണ് ആദ്യത്തേത്. അടുത്തത് BWLM. അടുത്തത് DUOL. ഇനിയുള്ള ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ KQUJ എന്ന് താഴോട്ടാണ് ഇപ്പൊ എഴുതിയേക്കുന്നത്. അപ്പം നോക്കുക, എ കഴിഞ്ഞ് അടുത്തത് ഫസ്റ്റ് ടേം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എ കഴിഞ്ഞ് ബി, ഒരു ലെറ്റർ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. ബി കഴിഞ്ഞ് സി ആയിരുന്നു വരേണ്ടത്, സിക്ക് പകരം ഡി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഒന്നെങ്കിൽ ഇ കഴിഞ്ഞുള്ള എഫ് വരണം. പക്ഷെ നമുക്കിവിടെ എഫ് തുടങ്ങുന്ന ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഈ എഫ് കഴിഞ്ഞ് ഡി കഴിഞ്ഞാൽ ഇയും എഫും കഴിഞ്ഞ് ജി വരണം. അപ്പോൾ HIJ കഴിഞ്ഞ് കെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ജി വെച്ച് തുടങ്ങുന്നതായിരിക്കും ആൽഫബറ്റ് വരുന്നത്. അതായത് ഓരോ ഇടവിട്ട്, അതായത് എ കഴിഞ്ഞുള്ള ബി എടുത്തു, പിന്നെ സി എ കളഞ്ഞ് ഡി എടുത്തു, ഇയും എഫും കളഞ്ഞ് നമ്മൾ ജി എടുത്തു, HIJ മാറ്റി കെ എടുത്തു. അപ്പോൾ ഇവിടെ വരുന്നത് ജി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ജി വെച്ചുള്ള ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ നമുക്ക് സിയും ഡിയും അല്ല എന്ന് മനസ്സിലായി, എയും ബിയും ആണെന്ന് ഉറപ്പിക്കാം. ഇനി രണ്ടാമത്തെ ആൽഫബറ്റ് ഏതാന്ന് നോക്കാം. വൈ കഴിഞ്ഞ് ഇവിടെ ഡബ്ല്യു ആണ് സെക്കൻഡ് ഇതിൽ വന്നത്, പിന്നെ യു, പിന്നെ ഡാഷ്, പിന്നെ ക്യൂ. അപ്പം മനസ്സിലാകാം, വൈക്ക് മുമ്പ് നമുക്ക് ബാക്കിലോട്ടാണ് പോകുന്നത്. വൈക്ക് മുമ്പ് എക്സ് ആണ്, എക്സിന് മുമ്പാണ് ഡബ്ല്യു വരുന്നത്. ഇനി ഡബ്ല്യുവിന് മുമ്പ് വി ആണ്, വിയെ നമ്മൾ ഔട്ടാക്കി യു എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിടവിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി. അപ്പം യുവിന് മുമ്പ് എന്താണ്? ടി ആണ് വരുന്നത്. ടി കളഞ്ഞ് എസ് എടുക്കും. അപ്പം ഇവിടെ എന്തായിരിക്കും? എസ് ആണ് സെക്കൻഡ് ആൽഫബറ്റ് ആയിട്ട് വരിക. അപ്പം GS. അപ്പൊ നമ്മൾ ഉത്തരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. GSRK ആണ് നമ്മുടെ ഉത്തരം. എസ് വരുന്ന ആകെ ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ. ഇനി ബാക്കി ഓപ്ഷനും കൂടി, അല്ലെങ്കിൽ ബാക്കി ആൽഫബറ്റ് എങ്ങനെ വന്നെന്നും കൂടി പറയാം. ILO കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്നാണ് ചോദിക്കുന്നത്. തേർഡിലാണ് വരുന്നത്. അപ്പം നോക്കുക, ഐ കഴിഞ്ഞാൽ എന്താണ്? IJKL വരുന്നത്. എൽ കഴിഞ്ഞ് LMNO വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് ആൽഫബറ്റ് കഴിയുമ്പോഴാണ്. അപ്പം OPQR ആയിരിക്കും ഇവിടെ വരിക. അതായത് ഇവിടുത്തെ ഓപ്ഷൻ R ആണ് വരുന്നത്. STU വരുന്നത് പോലെ. അപ്പൊ ഇവിടെ R ആണ് വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ നോക്കാം. NML ബാക്കിലോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായി. അപ്പം NML K ആണ് ഇവിടെ വന്നത്. KLMN അല്ലേ വരേണ്ടത്. അപ്പം K ആണ്, എല്ലിന് മുമ്പ് K ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താണ്? K ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ്? അതായത്
എങ്ങനെയാണ് നമ്മുടെ മൂന്നാമത്തെ ടേം സോറി നാലാമത്തെ വിട്ടുപോയ ഭാഗം എങ്ങനെയായിരുന്നു വരേണ്ടത്? GSRK എന്നാണ് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 29ാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യുക. 2, 3, 5, 7, 8, 11, 13. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2, 3, 5, 7, 11, 13. അപ്പം 2, 3, 5, 7, 8, 11, 13. ഇതിൽ 8 ഒഴികെ ബാക്കി എല്ലാവരും എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ നമ്പറും 1 മാത്രമാണ് അവരുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 8 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അതായത് 8ന്റെ ഫാക്ടേഴ്സ് എന്താ? 1 ഉണ്ട്, 2, 4, 8. അപ്പോൾ 8 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ബാക്കിയെല്ലാം തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ ബി 8 തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. 80ാമത്തെ ചോദ്യം, 10, 7, 4 എന്ന ശ്രേണിയിലെ 25ാം പദം എത്ര? അപ്പം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ 25ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. an equal to a plus n minus 1 into d. an എന്ന് പറയുമ്പോൾ nth ടേം ആണ് പറയുന്നത്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പർ ഓഫ് ടേംസ്, ആൻഡ് d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? nth ടേം എത്രയാ? a 25 ആണ് കണ്ടുപിടിക്കേണ്ടത്. a ഫസ്റ്റ് ടേം, നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാണ്? 10. ഇനി n എത്രയാ? 25ാമത്തെ ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി കോമൺ ഡിഫറൻസ് അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ സെക്കൻഡ് ടേം മൈനസ്, അതായത് a2 മൈനസ് a1 ചെയ്താണ് നമ്മൾ d കണ്ടുപിടിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ടേം ഏതാ? 7 ആണ്. 7 മൈനസ് 10 എന്ന് പറയുമ്പോൾ ഇവിടെ -3 ആണ് വരുന്നത്. നെഗറ്റീവ് ആണ്, അത് കുറഞ്ഞു വരുവാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a 25 ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഏതാ? 10 പ്ലസ് n മൈനസ് 1, അതായത് 25 മൈനസ് 1 ഇൻറ്റു -3 ഈക്വൽ ടു 10 പ്ലസ് 25 നിന്നും 1 കുറച്ചാൽ 24 എന്നാണ് കിട്ടുന്നത്. 24 ഇൻറ്റു -3 ഈക്വൽ ടു 10 പ്ലസ് -72 ഈക്വൽ ടു 10 നിന്നും 72 കുറയ്ക്കുമ്പോൾ -62 എന്നാകും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ഒരു ഇത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറയുക. നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്പർ ഓഫ് ടേംസും അറിയാമെങ്കിൽ നമുക്കത് ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. an ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 10 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. Thank you and have a nice day.